ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്. ഏതോ ഒരു അവധി ദിവസമാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആശാൻ്റെ ഇവിടെ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് കല്യാണരാമൻ സിനിമ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കിയാൻ തന്നെ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടല്ല, കുറച്ചൊക്കെ അവൻ ഇങ്ങനെ വാരി കഴിക്കും. പിന്നെ ബാക്കി അമ്മയോ ഞാനോ ആരെങ്കിലും വാരി കൊടുക്കലാണ് കേട്ടോ പതിവ്. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഒരു 7:45 ആയിട്ടുണ്ട് കേട്ടോ. നേരെ മുറ്റത്തേക്ക് വന്നു. അപ്പം എങ്ങനെയാണ് അവസ്ഥ? അമ്മ പറഞ്ഞു രാവിലെ നല്ല മഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. അതൊന്നും കാണാനായിട്ട് ഞാൻ എഴുന്നേറ്റില്ലായിരുന്നു. ഇന്ന് അവധി ദിവസമാണല്ലോ, അപ്പോൾ നമുക്ക് നല്ലപോലെ ഉറങ്ങാമല്ലോ. അപ്പം നേരെ വന്നു ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് പ്ലാനിങ്ങിലാണ്. ഇന്ന് വീടൊന്ന് ക്ലീൻ ചെയ്യണം. ക്രിസ്മസിന് മുമ്പൊക്കെ ഒരു ഡീപ്പ് ക്ലീനിങ് പതിവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്ന് തുടങ്ങണം എന്ന് എനിക്കറിയില്ല. കുറേ പഴയ ഡ്രസ്സൊക്കെ ഉണ്ട്, അതൊക്കെ അങ്ങ് മാറ്റണം, കത്തിച്ച് കളയണം എന്നൊക്കെ ഉള്ളൊരു പ്ലാനിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ അതൊന്നും എനിക്കിന്ന് നടന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ കോടതിയിൽ പോകേണ്ടാത്ത ദിവസങ്ങളൊക്കെ എനിക്കൊന്ന് സ്റ്റാർട്ടായി കിട്ടാൻ തന്നെ ഭയങ്കര പാടാണ് കേട്ടോ. ഒരു 10-11 മണിയൊക്കെ ആവും ഞാനൊന്ന് ഓണായി വരണമെങ്കിൽ തന്നെ. അപ്പോൾ ഇന്ന് അതൊന്നും പാടില്ല എന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പല രീതിയിലും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഇയാൾ പോയി എൻ്റെ നിന്ന് വഴക്കും കേട്ട് അമ്മേനെ പോയി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ വെള്ളം അവിടെയൊക്കെ എടുത്ത് ഒഴിച്ച് വയ്ക്കും. ഇപ്പോൾ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളമാണെങ്കിലും ടി വിയിലേക്കൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്യും അവൻ. അതുകൊണ്ട് ഞാനൊന്ന് വഴക്ക് പറഞ്ഞു. അതിന് അമ്മയുടെ അടുത്തൊന്ന് പരാതിയും പറഞ്ഞേക്കുവാണ്. പിന്നെ നേരെ വന്നിട്ട് അവൻ്റെ ബോട്ടിലും കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വെച്ചു. പിന്നെ നോക്കുമ്പോഴത്തേക്കും സിങ്കിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ കിടപ്പുണ്ട്. രാവിലെ അമ്മ പുട്ടുണ്ടാക്കിയതും ചായ തിളപ്പിച്ച പാത്രമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നെങ്കിലും അമ്മയെ ഒന്ന് സഹായിക്കാം, വല്ലപ്പോഴെങ്കിലും സഹായിക്കണമല്ലോ. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം വീട് അടിച്ചു വാരാൻ തുടങ്ങി. അടിച്ചു വാരുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഒരു 3 പ്രാവശ്യം ഈ വീട് അടിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ വീണ്ടും എവിടെന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വരും. കാരണം എൻ്റെ മകൻ ഓരോന്ന് കൊണ്ടുവന്ന് ഇവിടെയൊക്കെ കുടഞ്ഞിടുന്നതാണ്. അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞ് വന്നിട്ട് നിൽക്കുന്ന നിപ്പാണ് കേട്ടോ ഈ കാണുന്നത്. തുടയ്ക്കൽ ഇപ്പോൾ എല്ലാ ദിവസവും തുടച്ച് കഴിഞ്ഞാലും ഡെയിലി അഴുക്കാവുന്നുണ്ട്. ഞാൻ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് തന്നെ കഴിക്കുന്നതുകൊണ്ടിട്ട് അവൻ കുറേയൊക്കെ ഞാൻ നിലത്തടിച്ച് വാരി പൊത്തി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് കുളിച്ച് ഫ്രഷായി വന്നപ്പോഴത്തേക്കും അവൻ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാനായിട്ട്. ഇവരാണ് അവൻ്റെ ഫ്രണ്ട്സ്. അവിടെ പോയി ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു. കുറച്ച് നേരം കിടത്തി ഉറക്കാനായിട്ടാണ് പ്ലാൻ. ഉറങ്ങുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എൻ്റെ കൂടെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. സാധാരണ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ വിളിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെയൊക്കെ നോക്കിയിട്ട് അമ്പ എന്നൊക്കെ പറയാറുണ്ട്. ഇന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ല. എൻ്റെ കൂടെ ഭയങ്കര സ്നേഹത്തോടെ വന്നു. അപ്പോൾ അടുത്ത നമ്മുടെ മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശാനെ ഒന്ന് ഉറക്കുക എന്നുള്ളതാണ്. ഇവനൊന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ക്ലീനിങ് പരിപാടികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കബോർഡ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അവനെ ആദ്യം ഉറക്കി കിടത്തിയപ്പോഴത്തേക്ക് മൂക്ക് കുത്തിയാണ് കിടന്നത്. പിന്നെ നേരെ എടുത്ത് കിടത്താൻ വേണ്ടി എടുത്തപ്പോഴത്തേക്ക് എഴുന്നേറ്റു. പിന്നെയും ഉറക്കി. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നി കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണേക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉന്മേഷത്തിന് എന്തെങ്കിലും കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരെ ചെന്നിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ലഞ്ച് കഴിക്കാം. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് സമയമുണ്ടല്ലോ, അവൻ എന്തായാലും ഉറങ്ങുവാണ്. അപ്പോൾ ആ ടൈമിൽ ഞാനങ്ങ് ക്ലീനിങ് ഒക്കെ ചെയ്യാൻ ഓർത്തു. അപ്പം നല്ല ചോറും പിന്നെ ബീഫ് ഉണ്ടായിരുന്നു കേട്ടോ. ബീഫും ഉരുളക്കിഴങ്ങും കൂടി വെച്ച കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വയ്ക്കുന്നത്. ബീഫ് ഫ്രൈയേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ പിന്നെ വേറെന്തോ കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബീഫ് ഉള്ളപ്പോൾ പിന്നെ വേറെ ഒന്നുമില്ല. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും സിനിമ ഇട്ട് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. സിനിമ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനൊരു പ്രത്യേക രസമാണല്ലോ. അപ്പം നമ്മുടെ ഇലക്ഷൻ്റെ പരിപാടികളൊക്കെ നടക്കുന്ന സമയമായത് കൊണ്ടിട്ട് ലയൺ സിനിമ തന്നെ കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ലയൺ സിനിമ കണ്ട് കുറച്ച് നേരം ഇരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഗ്യാപ്പിൽ. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും ഈ സിനിമ അങ്ങ് കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ആശാൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞിക്കരച്ചിലൊക്കെ കരഞ്ഞാണ് എഴുന്നേറ്റ് വന്നത്. എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ ആരൊക്കെയോ തല്ലി അമ്പ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. എവിടെ ചുമ്മാ പറയുന്നതാണേ. അവർ തല്ലി കൊതുക് കുത്തി എന്നൊക്കെ പറഞ്ഞാൽ എഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ എഴുന്നേറ്റ് വന്നതിൻ്റെ കുറച്ച് നേരം പുന്നാരിപ്പിച്ചു. ഞാൻ രാവിലെ തുടച്ച സ്ഥലമാണ്. അമ്മ വീണ്ടും തുടച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഗ്യാപ്പിൽ കിയാൻ എന്തോ ഫുഡ് ഐറ്റം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാതളനാരങ്ങയാണെന്ന്. അത് മൊത്തം അവിടെയൊക്കെ എറിഞ്ഞിട്ട് അതിനകത്ത് പിന്നെ അവൻ കയറി ചവിട്ടി അതിൻ്റെ നീരൊക്കെ അവിടെ ഇവിടെയൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് അമ്മ വേഗം ഇത് തുടച്ച് കളയുന്നത്. അപ്പോഴത്തേക്കും ഞാൻ അവന് ഉച്ചയ്ക്കത്തെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 3 മണി സമയമൊക്കെ ആയിട്ടുണ്ടേ. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അവൻ തന്നെ കഴിക്കുവാണല്ലോ. അപ്പോൾ ഇനി എടുത്ത് വലിച്ചെറിയലൊക്കെ ഉണ്ടാവും കുറച്ചായിട്ട്. അപ്പോൾ പിന്നെ വീണ്ടും തുടയ്ക്കേണ്ടി വരും. പിന്നെ ഞാനൊന്ന് പോയി കിടന്ന് ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അപ്പാപ്പനും മോനും കൂടി ചായ കുടിക്കുകയാണ് കേട്ടോ. അമ്മച്ചിയാണെങ്കിൽ നല്ല പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു പഴംപൊരിക്ക് പറ്റിയ കോമ്പിനേഷൻ എന്താണെങ്കിലും ബീഫാണല്ലോ. ആ ഉരുളക്കിഴങ്ങൊക്കെ അങ്ങ് സൈഡിലേക്ക് മാറ്റിയിട്ട് പഴംപൊരിയുടെ കൂടെ കുറച്ച് ബീഫും കൂടി ഇട്ടിട്ട് പഴംപൊരിയും ബീഫും കഴിക്കാൻ പോവുകയാണ് ഞാൻ.
ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി, അതായത് രാവിലെ ഞാൻ തീരുമാനിച്ച ആ പരിപാടി ഇല്ലേ, ക്ലീനിങ്, അത് ഞാനങ്ങ് നടത്തി കേട്ടോ. കബോർഡൊക്കെ എന്താണെങ്കിലും ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിപ്പോൾ ഇനി അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി ഞങ്ങളിതാ ഉറങ്ങാൻ പോവാണ് കേട്ടോ. കിയാനൂനിപ്പോൾ ഉറങ്ങാൻ കിടക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. നേരത്തെയൊക്കെ ഉറങ്ങാൻ വിളിച്ച് കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ അടുത്ത് വന്ന് നിൽക്കുമായിരുന്നു ആൾ. ഇപ്പോൾ അങ്ങനെ നിൽക്കത്തൊന്നുമില്ല. ഞാൻ പിന്നെ പട്ടിയുടെയും പൂച്ചയുടെയും കാക്കയുടെ ഒക്കെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വേണം അവനെ ഒന്ന് വിളിച്ചടുത്തേക്ക് വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഗുഡ് ബോയ് ആരാന്നൊക്കെ ചോദിച്ചാൽ പിന്നെ വരത്തുള്ളൂ. അവൻ സ്വയം അവനെ ഗുഡ് ബോയ് എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്